മഡഗാസ്കറിലെ കുട്ടികൾ ഈശോയെ പിന്തുടരുവാൻ കാത്തുനിൽക്കുന്നതാണിത്. മാമോദിസയ്ക്ക് ഒരുക്കമായി. അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അനുയായി ആയിരിക്കണം. ഫേസ്ബുക്കിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ളവരെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ ആര്, എന്തിനാണ് അവർ ഫോളോ ചെയ്യുന്നത്, എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നോക്കിയാണ് നാം ഒരാളുടെ യോഗ്യത നിശ്ചയിക്കേണ്ടത്. വിശുദ്ധ വാരത്തിൽ നാം കാണുന്ന ചില ദാരുണ സത്യങ്ങളുണ്ട്. പലരുടെയും കണ്ണിൽ യേശുനാഥൻ്റെ ജീവിതം ഒരു പരാജയം തന്നെ. തൻ്റെ ഹ്രസ്വലോക ജീവിതത്തിൻ്റെ ക്ലൈമാക്സിൽ ഷെയർ മാർക്കറ്റ് നഷ്ടപ്പെട്ട ഒരാൾ. ഫോളോവേഴ്സിൻ്റെ എണ്ണം എടുത്താൽ വിരലിൽ എണ്ണാവുന്നവരെ കുരിശിൻ ചുവട്ടിൽ കണ്ടവൻ. ഇന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഈശോ തന്നെ. കോടികൾ ലൈക്ക് കൊടുക്കുന്നത് ഈ നാമത്തിന് തന്നെ. ഇതിൽ എത്ര പേർ ഓടിപ്പോകാതെ യോഹന്നാനെ പോലെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഫേസ്ബുക്കിൽ ജ്ഞാനത്തിൻ്റെ നിറവിലല്ല ഫോളോവറായി ഒരാൾ തലവെച്ച് കൊടുക്കുന്നത് ഒരു വികാരത്തള്ളലാണത്. വികാരം നിർവീര്യമാകുമ്പോൾ തീഷ്ണത തണുത്തു മരവിക്കും. പലരും യേശുനാഥിൻ്റെ ഫോളോവറായി സൈൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവസാനം വരെ നീണ്ടു നിൽക്കുന്ന തീഷ്ണതയൊന്നും ഇവിടെ കാണില്ല. ഓടിപ്പോയ 11 അപ്പോസ്തലന്മാരേക്കാൾ ബലഹീനരാണ് നമ്മൾ. ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഭൂരിപക്ഷം പേരും തങ്ങൾ ഫോളോ ചെയ്യുന്ന ആരാധനാമൂർത്തിയെ ഒരിക്കലും കണ്ടിട്ടുണ്ടാകില്ല. അയാളുടെ വ്യക്തി ജീവിതത്തിലെ നന്മ തിന്മകളെക്കുറിച്ച് അറിയാത്തവർ. എന്നിട്ടും അയാളുടെ ഫോളോവറായി പരസ്യമായി സൈൻ ചെയ്യുന്നു. യേശുനാഥൻ്റെ ഫോളോവേഴ്സായി സൈൻ ചെയ്ത ഒത്തിരി പേർ ഈ ഗണത്തിൽപ്പെട്ടവരാണ്. ഇന്ന് ഈശോയ്ക്ക് അപ്പോസ്തലന്മാരില്ല, എല്ലാം ഫോളോവേഴ്സാണ്. ഇതുവരെ യേശുവിനെ കണ്ടെത്തിയിട്ടില്ലാത്തവർ. ഇത്തരം അനുയായികളെ കാണുമ്പോൾ സഹിച്ചു മരിച്ച് ഈശോയ്ക്ക് ലഭിക്കേണ്ട ബഹുമതികൾ ആരൊക്കെയോ അടിച്ചുമാറ്റിയെന്ന തോന്നൽ. 1-ാം തലമുറയിലെ ശിഷ്യർക്ക് ശേഷം പിന്നീട് ശക്തി പ്രാപിച്ച ശിഷ്യന്മാരുടെ ശിഷ്യരാണോ ഈ കൊള്ള നടത്തിയത്? മനുഷ്യരാശിക്ക് വേണ്ടി മരിച്ചവൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുത്തത് മനുഷ്യർ തന്നെ. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് കാണുന്ന സഭകൾ. ഈശോയുടെ സഭയ്ക്ക് ഫോളോവേഴ്സ് തുച്ഛം. പത്രോസിൻ്റെ സഭ, യാക്കോബിൻ്റെ സഭ, തോമായുടെ സഭ, ഇത്തരം വ്യക്തിഗത സഭകളുടെ നേതാക്കന്മാർക്കാണ് ഇന്ന് ഫോളോവേഴ്സ് കൂടുതൽ. ഷെയർ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളവർ. ഇനി പുതുതായി ആർക്കെങ്കിലും ഈശോയുടെ ഫോളോവർ ആകണമെങ്കിൽ ഇതിലൊരു ഷെയർ വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ പടിക്ക് പുറത്താണ്. കച്ചവടം ദേവാലയത്തിന് അകത്ത് തന്നെയാണ് എന്നാണ് ഈശോ അടുത്ത ചാട്ടവാർ എടുക്കുന്നത്. FBയിലേതുപോലെ യഥാർത്ഥ ആരാധനാമൂർത്തിയെ കാണാതെ അറിയാതെ ഫോളോവറാകുന്ന ആരാധകൻ്റെ അവസ്ഥയിലാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. ഒരു മാറ്റം അനിവാര്യമാണ്. ഈ നോമ്പുകാലം നമ്മെ അതിനെ സഹായിക്കട്ടെ. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.